ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മളുടെ പ്രതികരണക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. കേരളത്തിലെ സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും 3 ആദിവാസി പെൺകുട്ടികളും കൂടെ ഛത്തീസ്ഗഡിൽ നിന്ന് ആഗ്രയിലേക്ക് അവരുടെ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടുത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇടപെട്ടിട്ട് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും അല്ലെങ്കിൽ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുപോവുകയാണെന്ന് ആവശ്യപ്പെട്ടു വലിയ ലഹളയുണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിൽ. മതം മാറ്റിയതിൻ്റെ പേരിൽ കേസെടുത്ത പോലീസുകാർ വീട്ടുകാർ വന്നപ്പോൾ കുടുങ്ങി. കാരണം വീട്ടുകാർ വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത് വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് കുട്ടികൾ പോയിരിക്കുന്നതെന്നും മാത്രമല്ല കുട്ടികൾ ക്രിസ്ത്യാനികളാണെന്നും തിരിച്ചറിഞ്ഞു. പിന്നെ കേസ് മാറി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലേക്ക് കടന്നു. ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ള ഈ സിസ്റ്റർമാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിലവിൽ റിമാൻഡിലാണ്. എന്തിനാണ് അവർ റിമാൻഡിലായത്? അവരുടെ വസ്ത്രം കാരണമോ? ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? മതത്തിനെയോ നമ്മുടെ ഫെയ്ത്തിനെയോ അതോ മനുഷ്യരെയോ? ഉത്തമ പുരുഷൻ എന്ന് പറയപ്പെടുന്ന രാമനെ ആരാധിച്ച RSSകാര് സമാധാനപരമായിട്ട് പണ്ട് ബാബരി മസ്ജിദ് പൊളിച്ച പോലെ കുരങ്ങനെ ആരാധിക്കുന്ന ബജ്രംഗ് ദളോട് എന്താ പറയുക?